ഓണം കഴിഞ്ഞിട്ട് കുറേ നാളായെന്ന് എനിക്കറിയാം. ഇതിപ്പോൾ മറ്റേ അമിതാഭ് ബച്ചൻ്റെ പോസ്റ്റ് വന്ന പോലെ ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇടുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൊളീഗിൻ്റെ കല്യാണത്തിന് ഞാനൊരു ഡ്രസ്സ് എടുത്തിരുന്നു. ഡ്രസ്സ് ഇൻ ദ സെൻസ് അമ്മ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു സാരി, നമ്മുടെ സെറ്റ് സാരി ഉണ്ടല്ലോ, സാരി വെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു താവണി അങ്ങ് വെച്ചു. അപ്പോൾ ഈ ഓണത്തിന് ഞാൻ അതൊന്ന് വേറെ രീതിയിലൊന്ന് സെറ്റാക്കിയിട്ട് ഒരു ഡ്രസ്സാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ആണ് ഞാൻ ഫേബ്രിക് പെയിൻറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ താമരയാണല്ലോ ട്രെൻഡിങ്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു താമര പെയിൻറ്റ് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ താമര പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഓണത്തിന് 2 ദിവസം മുന്നേ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പം തിരിച്ചു പോകണമല്ലോ എന്നോർത്തിട്ടാണ് സങ്കടം. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി. എൻ്റെ ആദ്യത്തെ പരിപാടി എന്തായിരുന്നു, പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കുറേ നാളെത്തിയാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആ സിറ്റൗട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ ഞാൻ അമ്മച്ചീന്ന് വിളിക്കുക. അപ്പം അമ്മച്ചി ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു കഥ പറച്ചിലാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. പണ്ട് ഫുഡ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പെയിൻറ്റ് ചെയ്ത് ഇത് ഏതാണ്ട് ഒരു പൂ ഒരു രീതിക്കും മറ്റേ പൂ വേറെ രീതിക്കും, അങ്ങനെ ആകെ 3 താമര വെച്ചത് 3 താമരയും 3 രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഇതാദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേയും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വരച്ചിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തത് അമ്മയായിരുന്നു. അന്ന് ഞാൻ കോളേജിലായിരുന്നു, ഞാൻ മഹാരാജാസ് കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പം ആ സമയത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോഴും ഞാൻ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് പോകുമ്പം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ച്ച് അമ്മ ഇങ്ങനെ തന്നു വിടുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പം അമ്മ നന്നായിട്ട് തയ്ക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഒരു ഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തയ്ക്കാൻ പറഞ്ഞാൽ അമ്മ അതേപോലെ ഒരു കോപ്പി പേസ്റ്റ് അമ്മ ചെയ്യും. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഞാൻ സമന്തയുടെ ഒരു ഡ്രസ്സ് കണ്ടു, ഒരു സൺഫ്ലവറൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ആ ഡ്രസ്സ് ഞാനിവിടെ കാണിക്കാവേ. എന്നിട്ട് ഇതേപോലെ തന്നെ ഞാൻ പടം വരച്ച് കൊടുത്തിട്ട് എൻ്റെ മമ്മിജി എന്ത് ചെയ്തു, പെയിൻറ്റ് ചെയ്ത് തന്നു. അതാണ് ഈ കാണുന്ന ഡ്രസ്സ്. അടിപൊളിയല്ലേ? പക്ഷേ ഇത്തവണ ഞാൻ അമ്മയോടൊന്ന് പെയിൻറ്റ് ചെയ്താൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം എൻ്റെ ഡ്രസ്സ് എങ്ങനെ വന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് വന്നത്. ആക്ച്വലി നേരിട്ട് കാണാനും നല്ല രസമൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോൾ ഇതെൻ്റെ ആക്ച്വലി എൻ്റെ വലിയച്ഛൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ എല്ലാ കസിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങളിപ്പോൾ ഫുൾ പാട്ട്, ഡാൻസ്, ഓരോരോ ഗെയിംസ് അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ മേളവും പാട്ടൊക്കെ തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തെയാണ് ഞാൻ ഒരു ഓണം കൂടുന്നത്. ഫാമിലിയുടെ കൂടെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തെ ഇന്നാണ് അപ്പോൾ ഒന്ന് റെഡിയാക്കാൻ പറ്റിയത്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ലൈക്ക് വാട്ട് ഓൾ ഐ ഡിഡ് എന്നുള്ളത്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. ബട്ട് ഞാൻ ഭയങ്കര ഒരു കുറച്ച് ഇൻവെർട്ടർ കൂടെയാണ് ഞാൻ. അപ്പം അങ്ങനെ. ഓക്കെ, ബൈ.